ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നടപ്പിലാക്കണം. തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. നടത്തിയിരിക്കും. ഞങ്ങൾ മഹിളാ മോർച്ചയാണോ BJP മഹിളാ മോർച്ചയാണോ ഞങ്ങൾ നടത്തിയിരിക്കും. ഇതാണ് അവസ്ഥ. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാം നടപ്പിലാവണം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നല്ല ചൂടൻ സമയമാണ്. ഒരു വശത്ത് പുതിയ മന്ത്രിസഭ വരാൻ പോകുന്നു, മറുഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ പുതിയൊരു പ്രശ്നം. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് BJP വക പുതിയ ചില കോപ്രായങ്ങൾ ഇവിടെ അരങ്ങേറിയിരിക്കുകയാണ്. എന്തൊക്കെ നാടകങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിരി വരും. ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം ഇതേ BJP എടുത്തത് നീണ്ട 50 ദിവസങ്ങളാണ്. ആ 50 ദിവസവും ഡൽഹിക്കാർക്ക് വലിയ വികസനമോ ഗ്യാരണ്ടിയോ ഒന്നും ഇവർ നടപ്പാക്കി കൊടുത്തിട്ടുമില്ല. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഇവർക്കിത് പറ്റില്ല. ഇവിടെ കളി ഉടനെ മാറണം, ഗ്യാരണ്ടി ഇപ്പോൾ തന്നെ വേണം. അതിനുവേണ്ടിയാണ് കുറെ സ്ത്രീകളെ ബസ്സിൽ കയറ്റിവിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കില്ല എന്ന് പറയിപ്പിച്ച് വലിയൊരു പ്രഹസന സമരം ഇവിടെ കെട്ടിച്ചമച്ചത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പുറത്ത് കോൺഗ്രസ് എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ചാണ് മുന്നോട്ട് പോയത്. കേൾക്കേണ്ടവരെയൊക്കെ കേട്ട് കാണേണ്ടവരെയൊക്കെ കണ്ട് ആലോചിച്ച് കഴിഞ്ഞ ദിവസമാണ് VD സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച മാത്രമേ സത്യപ്രതിജ്ഞ നടക്കുകയുള്ളൂ. അല്ല ചേച്ചിമാരെ, മഹിളാ മോർച്ചക്കാരെ, പുള്ളി ആ കസേരയിലൊന്നിരിക്കട്ടെ. ഭരണം കയ്യിൽ കിട്ടി ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് ഗ്യാരണ്ടി നടപ്പായില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂവി വിളിക്കാം, അതിനാരും ഒപ്പമില്ല എന്ന് പറയുന്നില്ല. അല്ലാതെ ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. വെറുതെ ഒച്ചയും ബഹളവും ഉണ്ടാക്കാം എന്ന് മാത്രം. കേരള രാഷ്ട്രീയത്തെ വെറുതെ ഒന്ന് കത്തിക്കാൻ വേണ്ടി ഈ ചൂടൻ സമയത്ത് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ചിലർ. പുതിയ മന്ത്രിസഭയ്ക്കെതിരെ സമരക്കാർ കിട്ടിയ അവസരമൊന്നും പാഴാക്കുന്നില്ല. എങ്ങനെയെങ്കിലും സതീശനെ താഴെ ഇറക്കുകയാണല്ലോ അവരുടെ ലക്ഷ്യം. ചിലരുടെ അഭിപ്രായം ഇങ്ങനെയാണ്: ഓരോ പെണ്ണുങ്ങളും 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം രൂപ വാങ്ങിക്കുന്ന ശമ്പളമുള്ള ജോലിക്ക് പോകുന്ന ഇവർക്ക് എന്തിനാണ് ഈ സൗജന്യ യാത്ര? ഇതിന്റെ പിന്നിൽ എന്തോ കറുത്ത കൈകളുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ് ജോലിയും കൂലിയും ഇല്ലാത്ത പാവപ്പെട്ടവരായ ആളുകൾക്ക് മാത്രമേ ഈ ഫ്രീ സർവീസ് കൊടുക്കാവൂ. മോദി സർക്കാർ പറഞ്ഞതെല്ലാം കൊടുത്തിട്ടുണ്ടോ എന്ന് ഒന്ന് പറയണം. ഇതിൽ ഏറ്റവും കഷ്ടമുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ പാവം കണ്ടക്ടർ. ശമ്പളത്തിന്റെ കാര്യമൊക്കെ അവരുടെ കാര്യം തന്നെ പരിങ്ങലിലാണ്. അതിൻ്റെ ഇടക്ക് ഇവരെയൊക്കെ ഒന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി ആ കണ്ടക്ടർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊടുക്കേണ്ടി വന്നു. ഇതിൽ പലരും രാവിലെ വലിയ വില കൊടുത്ത് ബ്യൂട്ടി പാർലറിൽ പോയി മേക്കപ്പ് ചെയ്തു ഇട്ട് വന്നിട്ടാണ് ബസ്സിൽ കയറി 10-15 രൂപയുടെ ടിക്കറ്റിന് വേണ്ടി ഇവർ ഈ കോപ്രായം കാണിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമാണ്, ഒരു നേതാവ് 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതുവരെ അക്കൗണ്ടിലും പൈസ വന്നില്ല. മഹിളാ മോർച്ചകൾ KSRTCയിൽ ചെയ്ത പോലെ ഒരു സമരം അതിനെതിരെ കണ്ടില്ലല്ലോ. മോദിയുടെ 15 ലക്ഷം ആദ്യം വാങ്ങിത്ത, പിന്നെ ഗ്യാസിനും പെട്രോളിനും ഡീസലിനും എന്നിവയുടെ വിലക്കയറ്റം, അതിനുമെതിരെ ഒന്നും സമരമില്ലേ? 50 രൂപക്ക് പെട്രോൾ എന്തൊക്കെയായിരുന്നു. UPയിൽ റേഷൻ പോലും കൃത്യമായി കിട്ടുന്നില്ല. അവിടെ ഒന്നും ആർക്കും ഒരു പ്രശ്നമില്ല. വേറൊരു കേന്ദ്രമന്ത്രി തൃശ്ശൂർ ശക്തം മാർക്കറ്റും പരിസരവും എല്ലാം നന്നാക്കുമെന്ന് പറഞ്ഞിട്ട് ആ മന്ത്രിയുടെ അഡ്രസ് എങ്ങുമില്ല. പുള്ളിയെ കാണാനും കിട്ടുന്നില്ല. അതിനെതിരെയൊക്കെ ഒരു നടപടി ഉണ്ടാക്കുക. പുതിയ UDF സർക്കാരിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ടക്ടർ ഇവർക്ക് സ്വന്തം വകയായി സൗജന്യമായി ടിക്കറ്റ് അങ്ങോട്ട് എടുത്തു കൊടുത്തു. എന്നിട്ടൊരു കിടിലൻ ഡയലോഗ്: ഇത് ഞാൻ എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തേക്കും. ഇതോടെ വലിയ ആവേശത്തിൽ വന്ന പ്രതിഷേധക്കാർ അവസാനം എലിയെ പോലെ നാണം കെട്ട് മടങ്ങേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് ശരിയായ നടപടിയാണോ അല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളവും പെൻഷനും കൊടുക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുക, ഇതാണ് പ്രധാനം. വിദേശ രാജ്യങ്ങളിൽ നിന്നും പൊന്നും വിലയ്ക്ക് വാങ്ങുന്ന എണ്ണ സൗജന്യമായി യാത്ര ചെയ്യാനുള്ളതല്ല. ജനങ്ങളുടെ നികുതിപ്പണം ജനക്ഷേമങ്ങൾക്ക് വിനിയോഗിക്കുക. എന്തായാലും ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ: പുതിയൊരു സർക്കാർ വന്നതിന് ശേഷം ഒന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞോട്ടെ. ഇവിടെ ഏത് മന്ത്രിയാണാവോ പറഞ്ഞ സമയത്ത് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്? ആരെയും ന്യായീകരിക്കുകയല്ല. ഏതൊരാൾ വന്നാലും ഒരിക്കലും എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കപ്പെടുന്നില്ല. ഒരു പ്രധാനമന്ത്രിയും ആര് വന്നിട്ടും കാര്യമില്ല. എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ കാലത്തും നടപ്പിലാക്കി ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ കേരളത്തിൻ്റെയോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. വാഗ്ദാനങ്ങളെന്നും വാഗ്ദാനങ്ങൾ മാത്രമായിരിക്കാതിരിക്കട്ടെ.